സിസ്റ്റേഴ്സ് കൂടുതലായിട്ട് ഈ ഫ്ലേവേർഡ് കോണ്ടം യൂസ് ചെയ്തിട്ട് വജൈനൽ ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതായിട്ട് ഒരു സ്ഥലത്ത് ഒരു ചെറിയ ഓപ്പണിംഗ് വന്നാൽ മതി. ദാറ്റ് ക്യാൻ ക്രിയേറ്റ് എ പ്രോബ്ലം. ഒരാള് എത്ര ലിറ്റർ വെള്ളം കുടിക്കണം? പ്രാവശ്യം യൂറിൻ പാസ് ചെയ്ത് വന്ന് വെള്ളം കുടിച്ച് തിരിച്ചു കിടക്കുന്ന ആൾക്കാരുണ്ട്. ഇവർക്ക് മൂത്രം ഒഴിക്കാനും നേരമുണ്ട്. ഒരു കിഡ്നി ഡോണറെയൊക്കെ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര കാലം മുമ്പ് അതിനുവേണ്ടി ശ്രമിച്ചു തുടങ്ങണം? ഒരു കുഴപ്പവും ഇല്ലാത്ത ഒരാൾക്കേ അത് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഹൈജീൻ നിലനിർത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് ടോയ്ലറ്റ്സ് യൂസ് ചെയ്യാം? അതെനിക്ക് തോന്നുന്നു ഗവൺമെന്റ് കുറച്ചുകൂടെ നല്ല സ്ഥലങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരണം എന്നാണ്. പാരസ്റ്റമോൾ കൂടുതൽ കഴിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ പിന്നീട് കണ്ടിട്ടുള്ളത് കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. പാരസെറ്റമോൾ കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ലിവറിനെയാണ് ആക്ച്വലി. ഇപ്പോൾ കിഡ്നി സ്റ്റോൺസ്, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, ഇതിനകത്തൊക്കെ ഒരു ബിഗ്ഗർ അച്ചീവ്മെന്റ് തന്നെ ലേക്ക് ഷോർ കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ട്. 3D വിഷൻ, കീഹോൾ, ലാപ്രോസ്കോപ്പിക് സർജറി, പിന്നെ റോബോട്ടിക് സർജറി. അപ്പോൾ പേഷ്യൻ്റ് റിക്കവറി എല്ലാം വളരെ ഫാസ്റ്റാണ്. അപ്പോൾ ആൾക്ക് പുറത്ത് ഒരു മുറിവോ ഒന്നും കൂടാതെ എല്ലാം അകത്തോടെ ക്ലിയർ ചെയ്യുക. സോ അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് പ്രൊസീജിയർ. ആർ യു റിയലി ഹാപ്പി ആസ് എ യൂറോളജിസ്റ്റ്? ഐ ആം 100% ഡോക്ടർ, അതുപോലെ ഇപ്പോൾ കിഡ്നി ക്യാൻസേഴ്സ് ഭയങ്കര കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ തുടക്കത്തിലേ തന്നെ അത് നമുക്ക് എങ്ങനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുക? കിഡ്നിയിലെ ക്യാൻസേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഈ ഇടയായിട്ട് അത് വളരെ 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 കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ വരുന്നത് കൂടുതലും യങ്ങർ ഏജ് ഗ്രൂപ്പിലാണ്. അത് എന്താണ്, ഈസ് ഇറ്റ് ബിക്കോസ് ഓഫ് ദ ലൈഫ് സ്റ്റൈൽ ചേഞ്ച്, ഈ പറഞ്ഞ പോലെ സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഇതൊക്കെ അതിന് എഫക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് അതിനകത്തുള്ള. അത് രണ്ട് പ്രക്രിയയിലും ചെറുതായിട്ട്. അപ്പോൾ നമ്മൾ യൂഷ്വലി പറയുന്നത് എല്ലാവരും ഒരു 40 ഇയേഴ്സ് കഴിഞ്ഞാൽ ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുമ്പോൾ ബ്ലഡ് ടെസ്റ്റുകൾ മാത്രമേ ചെയ്യുള്ളൂ. ഒരു അൾട്രാസൗണ്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ചിലപ്പോൾ 1 സെൻറ്റിമീറ്റർ ചെറിയൊരു ട്യൂമർ അവിടെ വളർന്ന് കാണാം. മിക്ക വൃക്കയിൽ വരുന്ന ക്യാൻസേഴ്സിനും സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. വേദന, പുകച്ച, ഒരു കാര്യമുണ്ട്. അവർ ചിലപ്പോൾ വേറൊരു കാര്യത്തിനായിരിക്കും നമ്മൾ ഇതെടുക്കുന്നത്, സ്കാൻ എടുക്കുന്നത്. ചിലപ്പോൾ ഇൻഫെക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ വയറുവേദന വേറെ അപ്പോഴായിരിക്കും വൃക്കയിൽ ഒരു ഗ്രോത്ത് കാണുന്നത്. ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ടുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം റൊട്ടീൻ ക്രിയാറ്റിൻ്റെ ബ്ലഡ് ടെസ്റ്റ്, പിന്നെ ഷുഗർ ഉണ്ടോ എന്നുള്ള, ഇൻഫെക്ഷനും കൂടിക്കഴിഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി എ പ്രോബ്ലം. പിന്നെ CT അല്ലെങ്കിൽ MRI ഇതെടുത്താലാണ് ആ ക്യാൻസറിൻ്റെ കറക്റ്റ് ക്യാരക്ടർ നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതറിഞ്ഞിട്ട് വേണം നമ്മൾ. വൃക്കയിൽ വരുന്ന ക്യാൻസറിന് വേറൊരു കാര്യം, മരുന്നുകളായിട്ട് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. കീമോ ഇല്ല, റേഡിയേഷൻ ഇല്ല, ഒന്നുമില്ല. വൃക്കയിൽ വരുന്നതിന് സർജറി മാത്രമേ ഉള്ളൂ. ലാപ്രോസ്കോപ്പി ആയിട്ട് ഓപ്പൺ സർജറിയൊക്കെ പണ്ടാണ്, വളരെ വലുതാണ്, 18-20 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഒക്കെ മാത്രം. അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി, കീഹോളായിട്ട് റിക്കവറി ചാൻസസ് ഉണ്ടോ? പിന്നെ ഇറ്റ് ഇസ് ഓൾവേസ്. അപ്പം അപ്പം എത്ര നേരത്തെ കണ്ടുപിടിക്കുന്നോ അത് ദാറ്റ് ക്യാൻ ബി ക്യൂർഡ് കംപ്ലീറ്റ്ലി. നല്ല ക്ലിയറൻസ് കൊടുക്കാം. കീഹോളായിട്ട് ആ ട്യൂമർ മാത്രം എടുത്ത് കളയാം. അത് പാർഷ്യൽ നെഫ്രക്ടമി എന്ന് പറഞ്ഞാൽ അങ്ങനെ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. വളരെ വലുതാണ്, വൃക്ക മുഴുവൻ അറിയുകയാണെങ്കിൽ കീഹോളായിട്ട് അത് മൊത്തമായിട്ട് എടുത്ത് കളയാം. അപ്പം വൃക്കയിൽ വരുന്ന ട്യൂമേഴ്സിന് സർജറി മാത്രമേ ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ളൂ. വേറെ ബാക്കി എല്ലായിടത്തും ഉള്ളതിന് പല ട്രീറ്റ്മെൻറ്റ് ലൈനുണ്ട്. ഓക്കെ. ഇപ്പോൾ വൃക്കയിൽ ഇത് ക്യാൻസർ വന്നു, എന്നിട്ട് നമ്മളത് റിമൂവ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അടുത്ത ഒരു അവിടെ പ്ലേസ് ചെയ്യണമല്ലോ വൃക്ക? ഇല്ല, നമ്മൾ ഇപ്പോൾ ഒരു 2 വൃക്കയുണ്ട്. 2 വൃക്കയുണ്ട്. അപ്പം നമ്മൾ ഒരു വൃക്ക ഇപ്പോൾ വലിയൊരു ക്യാൻസർ 10 സെൻറ്റിമീറ്റർ ട്യൂമർ വന്നു, ആ വൃക്ക നിറച്ചും ക്യാൻസറാണ്. ആ വൃക്ക അങ്ങനെ തന്നെ എടുത്തു കളഞ്ഞു. മറ്റേ വൃക്ക മതി ത്രൂ ഔട്ട് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ. ആ വൃക്ക ഈ വൃക്കയുടെ ഫങ്ഷൻ കൂടെ ഏറ്റെടുത്ത് കുറച്ച് വികസിച്ച് നോർമലായിട്ട് നിൽക്കും. എന്നാൽ ഇപ്പോൾ ഒരാൾക്ക് നല്ല ഷുഗറും ഉണ്ട്, പ്രഷറും ഉണ്ട്, വൃക്കയ്ക്ക് ഡാമേജ്, 2 വൃക്കയ്ക്കും ഡാമേജ് ഉള്ള ആൾക്ക് ഒരു വൃക്കയിൽ ക്യാൻസർ വന്ന് എടുത്തു കളയുമ്പോൾ ഇവിടെ ക്രിയാറ്റിനൊക്കെ പതുക്കെ കൂടാം. അപ്പോൾ ഒരു വൃക്ക നമ്മൾ മാറ്റിയാൽ അവിടെ ഒന്നും ചെയ്യണ്ട, മറ്റേ വൃക്ക വിൽ ടേക്ക് കെയർ. അപ്പോൾ ശരിക്കും പല കുട്ടികളും പല ആൾക്കാരും ഫ്രം ബർത്ത് ഒരു വൃക്കയായിട്ടായിരിക്കും ജനിക്കുന്നത്. അത് മതി, അവന് മതി ത്രൂ ഔട്ട് ലൈഫ്. 2 വൃക്കയ്ക്കും പ്രശ്നം വരുമ്പോഴാണ് ഈ ക്രിയാറ്റിനിലൊക്കെ വേരിയേഷൻ വരും. ഒരു കിഡ്നി ഡോണറെയൊക്കെ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര കാലം മുമ്പ് അതിനുവേണ്ടി ശ്രമിച്ചു തുടങ്ങണം? കിഡ്നി ഡോണർ എന്ന് വെച്ചാൽ അവർ സ്വയമേ അവർ ദേ ഹാവ് ടു വില്ലിംഗ് ആയിട്ട് നമ്മൾ കിഡ്നി ഡൊണേറ്റ് ചെയ്യാനായിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പം അവരും യങ് പീപ്പിളാണ്. അവർ ഈ പല ടെസ്റ്റുകളും ഉണ്ട്. എല്ലാ ഇതും ഗ്യാസ്ട്രോ, നമ്മുടെ യൂറോളജി, കാർഡിയോളജി എല്ലാം നോക്കി ആ ഡോണർക്ക് കിഡ്നി ഡൊണേറ്റ് ചെയ്യാന്ന് വെച്ചാൽ കിഡ്നിയുടെ ഫങ്ഷൻ, ഇത് CT, DTP എല്ലാം നോക്കി ഒരു കുഴപ്പവും ഇല്ലാത്ത ഒരാൾക്കേ അത് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ
ഡൊണേറ്റ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വൃക്കയാണ് ഡൊണേറ്റ് ചെയ്യുന്നത്. മറ്റേ വൃക്കയ്ക്കും ഒരു കുഴപ്പവുമില്ല, ത്രൂ ഔട്ട് ലൈഫ് പ്രശ്നമില്ലാന്നും എല്ലാം ടെസ്റ്റ് ചെയ്തിട്ടേ അവർക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലേ അപ്പം അതുകൊണ്ട് ദേ ആർ ഏബിൾ നോർമൽ ലൈഫ് അവർക്ക് ലീവ് ചെയ്യാം. അപ്പം ദൈവം 2 വൃക്ക തന്നിട്ടുണ്ട്. രണ്ടും ഈക്വൽ ഫങ്ഷൻ. ചില ആൾക്കാർക്ക് രണ്ടും ഈക്വലായിട്ട്, ഒരാൾക്ക് ചിലപ്പോൾ ഒരെണ്ണം ചെറുതായിരിക്കും, ഒരെണ്ണം വലുതായിരിക്കും. അപ്പം ഒരു ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്ക് ഇതെല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ ഡൊണേഷനെ കുറിച്ചേ ആലോചിക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് സോഷ്യൽ വർക്കേഴ്സ് ഒക്കെ വന്നിട്ട് നമ്മുടെ മരണശേഷം നമുക്ക് ഇത് ഇന്ന ബോഡി പാർട്സ് ഡൊണേറ്റ് ഡൊണേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ അപ്പൊ നമ്മളിപ്പോ അത് ഒപ്പിട്ടൊക്കെ കൊടുക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ അതൊക്കെ ഇയേഴ്സ് ആഫ്റ്റർ ഉള്ള കാര്യങ്ങളാണ്. അതെ. അപ്പം നമ്മൾ ശരിക്കും എങ്ങനെയാണ് ആ ഒരു ആഫ്റ്റർ ഡെത്ത് അവരെങ്ങനെ ഫൈൻഡ് ചെയ്യുന്നത്? ലൈക്ക് ഇവർ ഇത് ഓൾറെഡി ചെയ്തിരുന്നു എന്നുള്ളതൊക്കെ എങ്ങനെയാണ് അവരത് മാനേജ് ചെയ്യുന്നത്? ചെയ്തിരുന്നു വെച്ചാൽ ഇവര് ഇപ്പൊ ഞാനിപ്പോ കിഡ്നി ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ എഴുതി കൊടുത്തു. ഇപ്പൊ ഞാനൊരു 60ാമത്തെ വയസ്സിലാണ് മരിക്കുന്നതെന്ന് വിചാരിക്കേ. അപ്പൊ ആ സമയത്ത് അപ്പൊ ഈ പറഞ്ഞ ഇപ്പൊ കിഡ്നി ഈ ഒരു മരിച്ചു കഴിയുമ്പോൾ കഡാവർ ഡൊണേഷൻ അതല്ല ഉദ്ദേശിച്ചത്. ഇപ്പൊ കണ്ണ്, ലിവർ അങ്ങനെ. അപ്പൊ ഇത് ഓരോ ഓർഗൻസും അവര് ഇപ്പം മരിച്ചു കഴിഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ആ സമയത്ത് എന്തുകൊണ്ടാണ് മരണകാരണം വന്നത്, അന്ന് ഈ പറഞ്ഞ പോലെ ഷുഗർ, പ്രഷർ, ലിവറിന് ഡാമേജ്, കിഡ്നിക്ക് ഡാമേജ്, പ്രശ്നങ്ങളൊന്നും ഈ പറഞ്ഞ ടെസ്റ്റുകളെല്ലാം അതിൻ്റെ ഇടയിൽ നോക്കിയിട്ടേ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അന്ന് പണ്ട് എഴുതി വെച്ചു. ഇപ്പം 60ാം വയസ്സിലായപ്പോൾ പുള്ളിക്ക് ഓൾറെഡി ഷുഗർ എന്ന് പറഞ്ഞാൽ കിഡ്നിക്കും പ്രശ്നമുണ്ട്, ലിവറും ഫാറ്റി ലിവറാണ്, ഒന്നും കൊടുക്കാം എഴുതി വെച്ചിട്ട് കാര്യമില്ല. അടുത്ത ആൾക്ക് വെക്കുമ്പോൾ ഈ ഓർഗൻ ഷുഡ് ബി ഗുഡ്. അപ്പം അത് നല്ലതാണെങ്കിൽ മാത്രം സാങ്ഷൻ ഒക്കെ വെച്ച് നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓർഗനെ നമ്മൾ എഴുതി വെച്ചു എന്ന് വെച്ചിട്ട് നമുക്ക് ഡൊണേഷൻ പറ്റില്ല. നമ്മൾ ഡോണറിൻ്റെ എല്ലാ ആസ്പെക്ട്സും നോക്കണം, റെസിപ്പിയൻ്റെ എല്ലാ ആസ്പെക്റ്റും. 2 പേർക്കും തൃപ്തികരമാണ്, എല്ലാ ടെസ്റ്റുകളും ഓക്കെയാണ്, സാങ്ഷൻസും ഉണ്ടെങ്കിൽ മാത്രമേ ഈ കടാവറും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. വിമൻസിൽ ചൈൽഡ് ബർത്തിന് ശേഷമുള്ള യൂറിനറി ഇൻകോണ്ടിനൻസ് ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ ചൈൽഡ് ബർത്ത് നോർമൽ ഡെലിവറി വരുമ്പോൾ ഈ യൂട്രസ് നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്യും. അതിനകത്ത് ബേബി വരുമ്പോൾ ഈ പ്രഷർ മുഴുവൻ വരുന്നത് നമ്മുടെ പെൽവിക് ഫ്ലോർ വഴി. ഈ പെൽവിക് ഫ്ലോറിലാണ് വെജൈന, ബ്ലാഡർ എല്ലാം ഇങ്ങനെ പിടിച്ച് മോളിൽ നിന്ന് ഇത് താഴേക്ക് ഒരു പ്രഷറാണ് വരും. ചൈൽഡ് ബർത്തിലും ഇത് ഈ വെജൈന വഴിയാണ് ഒരു കുട്ടി വരുന്നത്. അപ്പോഴും സൈഡിൽ ചിലപ്പോൾ ടയർ വരാം, ഇതൊക്കെ അവിടുത്തെ ആ പെൽവിക് മസിൽ അവിടെ വീക്കാണ്. അപ്പോൾ ഈ പെൽവിക് മസിലിലാണ് മൂത്രസഞ്ചിയും ഈ മൂത്രക്കുഴലും അവിടെ ഒരു സ്പിങ്ക്റ്റർ എന്ന് പറഞ്ഞാൽ ഈ ലീക്ക് വരാതിരിക്കാൻ, ചുമച്ചാലും തുമ്മിയാതെ അറിയാതെ പോകേണ്ടിരിക്കാൻ അവിടെ ഒരു സാധനമുണ്ട്. അപ്പോൾ ഈ വെയിറ്റ് വന്ന് നമുക്ക് പ്രഷർ വന്ന് ഇത് ഇറങ്ങുന്ന ടൈം അല്ലെങ്കിൽ ഡെലിവറി ചെയ്യുന്ന ടൈമിൽ അവിടെ വരുമ്പോൾ ഈ മസിൽ ചിലപ്പോൾ അവിടെ റിലാക്സ് ചെയ്യുക, ഇത് വരാം, ചിലപ്പോൾ ഒരു ഡാമേജ് വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുട്ടി ജനിച്ചു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ തുമ്മിയാലും ചുമച്ചാലും എണീറ്റാലും ഒക്കെ അവിടെ പോകും. അപ്പോൾ എന്താ വെച്ചാൽ ഈ മൂത്രക്കൊള്ളിൽ നിന്ന് വരുന്ന ആ സ്പിങ്ക്റ്ററിൻ്റെ അവിടെ അപ്പം അല്ലെങ്കിൽ അവിടെ ആ മസിൽ മുകളിലേക്ക് ഇരിക്കണ വരെ ഇച്ചിരി മൂത്രസഞ്ചിയും അത് ഇച്ചിരി താഴേക്ക് വരും. അപ്പോൾ ആ ബ്ലാഡർ നെക്ക് ഏരിയ. അപ്പോൾ എന്ത് ചെയ്യണം, അപ്പം നേരത്തെ ഉള്ള പൊസിഷനേക്കാളും കുറച്ച് താഴേക്കാണ് ഈ ബ്ലാഡർ നെക്ക് വരുന്നത്. അവിടെ ഒരു സപ്പോർട്ടില്ല. അപ്പോൾ നമ്മളൊന്ന് എണീക്കും, ഒന്ന് തുമ്മുമ്പോൾ കുറച്ച് ഡ്രോപ്പ് യൂറിൻ. അപ്പം അതിന് ഒരു ടേപ്പ് ഉണ്ട്, TVTO എന്ന് പറഞ്ഞ ടേപ്പ്. അപ്പോൾ വജൈനയുടെ അവിടെ നമ്മൾ ഈ ബ്ലാഡറിന് അവിടെ ഒരു ടേപ്പ് ഇട്ട് താഴേക്ക് ഇറങ്ങിയത് നമ്മൾ മുകളിലേക്ക് വെക്കും. സോ ഇറ്റ് ഇസ് ട്രീറ്റബിൾ. ഈ ഇൻകോണ്ടിനൻസ് ആഫ്റ്റർ ചൈൽഡ് ബർത്ത് അറിയാതെ പോകുന്ന അല്ലാതെയുള്ള ഇൻകോണ്ടിനൻസ് ഒന്ന് നല്ല തടിയുള്ള ഒരാൾക്ക് മതി. ഒരു ഫീമെയിൽ പേഷ്യൻറ്റിന് ആ വെയിറ്റ് കാരണം അവിടെ മസിൽ അവിടെ താഴേക്ക് ഇറങ്ങും, ബ്ലാഡർ നെക്ക് വരാം. ഏജ് ആയിട്ടുള്ള പല ആൾക്കാർക്കും ഈ പ്രോബ്ലം ഉണ്ട്. ഈ തുമ്മിയാലും ചുമച്ചാലും ഒക്കെ മൂത്രം പിടിച്ച് നിർത്താൻ പറ്റുന്നില്ല. പല ആൾക്കാരും പറയില്ല, ഈ പാഡ് വെച്ചുകൊണ്ട് നടക്കും. പാഡ് വെച്ചുകൊണ്ട് കണ്ടിന്യൂസ് നടന്ന് ഇൻഫെക്ഷൻ ആവുന്നവരുണ്ട്. അപ്പം ഇത് ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്ന കാര്യമാണ് എന്നുള്ളത് ദേ വിൽ നോട്ട് നോ. അപ്പം അത് 100% ഈ അറിയാതെ പോകുന്നതാണെങ്കിലും മൂത്രം പല പ്രാവശ്യം ഒഴിക്കുന്നതാണെങ്കിലും താഴേക്ക് ഇറങ്ങിയതിനൊക്കെ അതിനുള്ള സർജിക്കൽ ഓപ്ഷനും മരുന്നുകളും ഉണ്ട് ട്രീറ്റ് ചെയ്യാനായി. നല്ല യൂറിനറി ഹെൽത്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസ് അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പം അത് ഈ പറഞ്ഞ ഇൻകോണ്ടിനൻസും ബാക്കി ഇതൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യാനായിട്ടുള്ള പ്രിവെൻഷൻ കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ കഫീൻ, ആൽക്കഹോൾ, സ്മോക്കിംഗ് കാര്യങ്ങൾ അതൊക്കെ ഒന്ന് കുറയ്ക്കുക. ടോയ്ലറ്റ് ട്രെയിനിങ്, നമ്മളെപ്പോഴും യൂറിൻ പാസ് ചെയ്യാനായിട്ട് എല്ലാം നിറഞ്ഞ് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല. ഓക്കെ. അപ്പം അത് ഏറ്റവും കൂടുതൽ ഇപ്പം നമുക്ക് ശരിയാണ്, നമ്മൾ ചിലപ്പോൾ വേറെ ജോലിയിലായിരിക്കാം, വേറെ വർക്കിലായിരിക്കാം.
നിറഞ്ഞ് കുറേ നേരം പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്ലാഡറിൻ്റെ സെൻസേഷൻ അവിടെ കുറയും. അതും പിന്നീട് പ്രശ്നങ്ങളിലേക്ക് വരാം. അപ്പം ഇടയ്ക്ക് പറ്റുന്ന പോലെ നിറയാനായിട്ട് നോക്കണ്ട, എംപ്റ്റി ചെയ്യുക. ബ്ലാഡർ എപ്പോഴും എംപ്റ്റി ചെയ്തുകൊണ്ടിരിക്കുക. അതൊന്ന്. പിന്നെ എക്സസൈസിൽ ഈ പെൽവിക് ഫ്ലോർ എക്സസൈസ് ആണോ ഉള്ളത്. അത് ഫീമെയിൽസിനാണ് ഏറ്റവും കൂടുതൽ, ആണുങ്ങൾക്കും വരാം. അത് ഈ നമ്മൾ ഈ പെൽവിക് ഫ്ലോർ നമ്മളൊന്ന് ടൈറ്റായിട്ട് പിടിക്കുക, ഒരു 10 വരെ എണ്ണ റിലീസ് ചെയ്യുക. അങ്ങനെ ഒരു 10 to 20 ടൈംസ് എവറി ഡേ നമ്മൾ ചെയ്യുക. കീഗിൾസ് എക്സസൈസ് എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അവിടുത്തെ പെൽവിക് ഫ്ലോർ മസിൽ ടൈറ്റ് ആവും. അപ്പോൾ ഈ സ്പിങ്ടൺ ഞാൻ പറഞ്ഞ കൺട്രോളിങ് മെക്കാനിസം ഒക്കെ കുറച്ചുകൂടെ ബെറ്റർ ആവാം. പിന്നെ നോർമൽ ഹെൽത്തി വാക്കിംഗ്, റണ്ണിങ് എല്ലാം നമ്മൾ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ. ഓവർ വെയിറ്റ് ആയാലും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ വരാം. അപ്പോൾ യൂറിനറി ട്രാക്ട്, നമ്മളെ കിഡ്നിയും യൂറിറ്ററും ഒന്നും അഫക്റ്റ് ചെയ്യില്ല. മൂത്രസഞ്ചി, പ്രോസ്റ്റേറ്റ്, ബാക്കി താഴത്തേക്കുള്ളതെല്ലാം അഫക്റ്റ് ചെയ്യണം. വെയിറ്റ് നമ്മൾ കുറഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കാര്യമായിട്ട് നമ്മുടെ റൊട്ടീൻ എക്സസൈസ് ആൻഡ് കീഗിൾസ് എക്സസൈസ് യൂറിനറി ഹെൽത്ത് കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആക്കാനായിട്ട്. ഡോക്ടർ, ഈ വാട്ടർ ഇൻടേക്കിൻ്റെ കാര്യം പറയുമ്പം ഇപ്പം ഡയറ്റീഷ്യൻസും പറയുന്നതും ജിമ്മിൽ പോകുമ്പോൾ പറയുന്നതും എല്ലാം ഡിഫറെൻ്റ് ആണ്. ശരിക്കും ഒരാൾ എത്ര ലിറ്റർ വെള്ളം കുടിക്കണം? അത് പലവർക്കും ഉള്ളൊരു ജെനുവിൻ ക്വസ്റ്റ്യൻ ആണ്. ഒരാളുടെ കിഡ്നി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഹാർട്ടിന് കുഴപ്പമില്ല, ലിവറിന് കുഴപ്പമില്ല, ഈ സാധനങ്ങളൊക്കെയാണ് ഈ വാട്ടർ കൊണ്ട് അഫക്റ്റ് ചെയ്യുന്ന കാര്യം. വേറെ ഒരു പ്രശ്നമില്ലാത്ത ഒരു നോർമൽ അഡൽട്ടിന് 3 ലിറ്റേഴ്സ് വെള്ളം കുടിക്കണം. ദാറ്റ് ഇസ് മിനിമം. മിനിമം. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പം 3 അതൊരു 5 ആയിന്ന് വെച്ചോ, ഒരു കുഴപ്പമില്ല. എന്താ പിന്നെ ചില ആൾക്കാർ 3 ലിറ്റർ കുടിക്കും. വെയിലത്തോടെ ഒന്ന് നടന്നു വന്നാൽ 3 ലിറ്ററും ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. ഒരു 200 ml യൂറിനേ വരുള്ളൂ. അപ്പം ഞാൻ 3 ലിറ്റർ കുടിക്കുന്നുണ്ട്, എന്നാൽ യൂറിനില്ല, പിന്നെയും യൂറിനറി ഇൻഫെക്ഷൻ. അപ്പം വെള്ളത്തെ പുറത്തേക്ക് നടന്ന് വരുമ്പോൾ 3 അല്ല 6 ലിറ്റർ കുടിക്കേണ്ടി വരാം. ഇപ്പോൾ പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് 6 ലിറ്റർ കുടിക്കാം. സോ കിഡ്നി ബാക്കി എല്ലാം നോർമൽ ആണെങ്കിൽ നമുക്ക് എത്ര വെള്ളം വേണമെങ്കിലും കുടിച്ചാലും കുഴപ്പമില്ല. എന്ന് വെച്ചിട്ട് 10 ലിറ്റർ 15 ലിറ്ററൊക്കെ കുടിക്കരുത്. അതെന്താണെന്ന് പറഞ്ഞാൽ വല്ലാതെ വെള്ളം കുടിച്ചാൽ നമ്മുടെ സോഡിയം, ബോഡിയിലുള്ള സോഡിയം ഡൈലൂട്ട് ആവും. അപ്പോൾ ഈ സോഡിയം നമ്മുടെ ബോഡിയിൽ കുറയും. ഒരു 3 ലിറ്റേഴ്സ് ഇസ് ഫൈൻ. അപ്പോൾ അതും നമ്മൾ വേർത്ത് പോയാൽ കൂടുതലും കുടിക്കുക. അല്ല, ഇപ്പം നമുക്ക് കാർഡിയാക് പ്രോബ്ലം ഉണ്ട്, കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ട്, ലിവറിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ വെള്ളം കൂടുതൽ നിന്നാൽ നമ്മുടെ ചെസ്റ്റിലൊക്കെ വെള്ളം കെട്ടും. അപ്പം 1 ലിറ്റർ 1.5 ലിറ്റർ അതിനുള്ള റെസ്ട്രിക്ഷൻ വെച്ച് മതി. അല്ലാണ്ട് നോർമൽ ഒരാൾക്ക് യു ക്യാൻ ടേക്ക് 3 ലിറ്റേഴ്സോ 4 ലിറ്റേഴ്സ് കുടിക്കാം. നമുക്ക് ഒരു ദിവസം 1 ലിറ്റർ എങ്കിലും യൂറിൻ നന്നായിട്ട് പോകണം, യൂറിനായിട്ട് തന്നെ. അപ്പോഴാണ് നേരത്തെ പറഞ്ഞ ആ കളർ വ്യത്യാസവും ഓൾ ദാറ്റ്. യൂറിൻ നേരെ ഫ്രീ ആയിട്ട് പോയാൽ തന്നെ യൂറിനറി സ്റ്റോൺസ് പ്രിവെൻറ്റ് ചെയ്യാം, ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാം, കുറേ കാര്യങ്ങൾ അതിനകത്ത് തന്നെ മാറിക്കോളും. ഡോക്ടർ, ഇപ്പം നമ്മൾ മറ്റ് പല പ്രോബ്ലംസുമായിട്ട് മെഡിസിൻസ് കൂടുതൽ കഴിക്കുന്നവർക്ക് ഫ്രീക്വൻ്റ്ലി യൂറിനേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലായിരിക്കും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രോബ്ലം ശരിക്കും സയൻറ്റിഫിക്കലി ഉണ്ടോ? അങ്ങനെയല്ല. അത് ഈ പറഞ്ഞ എന്തിനു വേണ്ടി മരുന്ന് കഴിക്കുന്നു എന്നുള്ളതാണ്. മരുന്ന് വേറെ കഴിക്കുന്നതുകൊണ്ട് ഫ്രീക്വൻസി കൂടത്തില്ല. ഈ ബ്ലാഡറിനെ നേരത്തെ പറഞ്ഞ പോലെ ഇറിറ്റേറ്റ് ചെയ്യുന്ന സാധനങ്ങളാണെങ്കിലാണ് അത് കൂടുള്ളൂ. പിന്നെ ഈ യൂറിൻ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മരുന്നുകൾ, ഈ ഹാർട്ടിന് വേണ്ടിയൊക്കെ നമ്മൾ ഹാർട്ടിൻ്റെയും ലിവറിൻ്റെയൊക്കെ ലോഡ് കുറയ്ക്കാനായിട്ട് യൂറിൻ കൂടുതൽ ബോഡിയിൽ നിന്ന് തള്ളിക്കളയാനുള്ള മരുന്നുകൾ കഴിക്കുന്ന ബിപിയുടെ ഒക്കെ അങ്ങനെ മരുന്നുകളുണ്ട്. അത് കഴിക്കുമ്പോൾ പല പ്രാവശ്യം യൂറിൻ പോകേണ്ടി വരാം. അപ്പം മെഡിസിൻ അഫക്റ്റ് ചെയ്യാം, പല കാര്യങ്ങളും എഫക്റ്റ് ചെയ്യാം. പക്ഷേ എല്ലാം ഇത്തരം ഏത് മരുന്ന് കഴിച്ചാലും ബ്ലാഡറിനെ എഫക്റ്റ് ചെയ്യുമെന്നുള്ളതില്ല. അപ്പം ഇത് ചിലപ്പോൾ ഷുഗറിനുള്ള മരുന്നായിരിക്കാം, ബി പിക്കുള്ള മരുന്നായിരിക്കാം. അപ്പോൾ നമ്മളത് മെഡിസിൻസ്, ചില മരുന്നുകൾ ഇൻക്രീസ്ഡ് ഫ്രീക്വൻസിയും യൂറിൻ പ്രൊഡക്ഷനും കൂട്ടാവുന്നതാണ്. അപ്പോൾ എന്ന് വെച്ചിട്ട് നമ്മൾ ഒരു യൂറോളജിസ്റ്റിനെ കാണുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം അവർ കഴിക്കുന്ന മെഡിസിൻസും നമ്മൾ നോക്കിയിട്ട് ആ മരുന്ന് നിർത്താൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ യൂറോളജിക്കലായിട്ട് അതെങ്ങനെ കുറയ്ക്കാമെന്നുള്ള വഴികളും ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നോക്കാനായിട്ട്. ഇപ്പം ഈ പാരസ്റ്റമോൾ കൂടുതൽ കഴിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ പിന്നീട് കണ്ടിട്ടുള്ളത് കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. പാരസെറ്റമോൾ കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ലിവറിനെയാണ് ആക്ച്വലി കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. കിഡ്നീനെയും എഫക്റ്റ് ചെയ്യാനുള്ള മെഡിക്കേഷൻ പാരസെറ്റമോൾ അല്ല, ഈ പെയിൻ കില്ലേഴ്സ് പൊതുവേ ദാറ്റ് ക്യാൻ എഫക്റ്റ് കിഡ്നീസ്. അപ്പോൾ ഈ ഡൈക്ലോഫെനാക്, NSAIDs അങ്ങനെ കുറേ മരുന്നുകളുണ്ട്. അപ്പോൾ വളരെ ചുരുക്കം ചെറിയ പെയിൻ കില്ലേഴ്സാണ് കിഡ്നീനെ എഫക്റ്റ് ചെയ്യാത്തേ ഉള്ളൂ. ക്രിയാറ്റിൻ നോർമൽ ആണെങ്കിൽ ഇടയ്ക്കൊക്കെ പെയിൻ വരുന്നുണ്ട് വേറെ കാരണങ്ങളാൽ മരുന്ന് കഴിക്കാം. പക്ഷേ
ഈ പറഞ്ഞ പോലെ കിഡ്നി സ്റ്റോൺ വന്നിട്ട് ചില ആൾക്കാർ വേദനയ്ക്ക് ഈ മരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ട് എന്നാൽ സ്റ്റോൺ മാറ്റത്തുമില്ല. അത് മതി ക്രിയാറ്റിൻ കൂട്ടാനായിട്ട്. അപ്പോൾ ഈ മെഡിക്കേഷൻസ്, ഈ പെയിൻ കില്ലേഴ്സ് ഡെഫിനറ്റ്ലി കിഡ്നീനെ അഫക്റ്റ് ചെയ്യുന്നത് തന്നെയാണ്. അത് വെറുതെ കയറി കഴിക്കരുത് വിത്തൗട്ട് കൺസൾട്ടിങ് എ ഡോക്ടർ. ഡോക്ടർ, ഈ കിഡ്നി സ്റ്റോൺസ് ഒക്കെ വരുന്നത് നേരത്തെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റി അതിന്റെ വളർച്ച നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ലേ? അത് ഈ എല്ലാ സ്റ്റോൺസും വളരുന്നത് വൃക്കയിൽ നിന്ന് തന്നെയാണ്. ഇത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഈ എല്ലാ ക്രിസ്റ്റൽസും യൂറിക് ആസിഡും കാൽഷ്യം ഓക്സലേറ്റ് ഈ ക്രിസ്റ്റൽ എല്ലാം വൃക്ക വഴിയാണ് നമുക്ക് വേസ്റ്റ് ആയിട്ട് പോകുന്നത്. ക്രിസ്റ്റൽസ് എവിടെയെങ്കിലും അടിഞ്ഞു കൂടിയാലാണ് അത് സ്റ്റോൺ ആവുന്നത്. ക്രിസ്റ്റൽ മുഴുവൻ കണ്ടിന്യൂസ് പോകണമെങ്കിൽ ഈ 3 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കണം. അപ്പോൾ ഒരു 1 ലിറ്റർ 1.5 ലിറ്റർ യൂറിൻ പോകുമ്പോൾ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതെവിടെന്നെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കത് വലുതായി ട്യൂബിലേക്ക്, വൃക്കയിൽ നിന്ന് വരുന്ന ട്യൂബ് യൂറിറ്റർ ട്യൂബിൽ വന്ന് അടയുമ്പോഴാണ് ഈ ഭയങ്കര വേദനയും ബുദ്ധിമുട്ടും വരുന്നത്. അപ്പോൾ നമ്മൾ കിഡ്നിയിൽ കല്ല് വളരുന്നുണ്ടോ എന്നുള്ളത് അറിയണമെങ്കിൽ സ്കാൻ ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം. വൃക്കയിൽ ഒരു 4 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്ററിൻ്റെ മുഴുത്ത ഒരു കല്ലിരുന്നാലും ചിലപ്പോൾ അറിയില്ല. എന്താണെന്ന് വെച്ചാൽ അതവിടെ തടസ്സം ഉണ്ടാക്കുന്നില്ല, അതിനകത്ത് ഇങ്ങനെ നിറഞ്ഞിരിക്കുക. അത് ഒരു വൃക്കയിലായിരിക്കാം, മറ്റേ വൃക്ക നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവും, ഒരു കുഴപ്പമില്ല, വേദനയില്ല, ഒന്നുമില്ല. യൂറിനിൽ ചിലപ്പോൾ ഇച്ചിരി ബ്ലഡ് വരാം. അപ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ ഒരു വൃക്കയിൽ വലിയൊരു കല്ല് ഇരിക്കുന്നത്. അപ്പോൾ ഈ കല്ലിരിക്കുമ്പോൾ വൃക്കയുടെ ഫങ്ഷൻ അകത്തുള്ളത് പതുക്കെ പതുക്കെ കുറഞ്ഞു വരാം. അപ്പോൾ കല്ല് വളരാതെ ഇരിക്കാൻ പല മരുന്നുകളും ഒക്കെ ഉണ്ട്, പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നേരത്തെ ഡിറ്റക്റ്റ് ചെയ്താൽ അത് അലിഞ്ഞു പോകാനുള്ള മെഡിസിൻസ് തുടങ്ങാം, അത് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർ രാത്രി സമയങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് യൂറിനേറ്റ് ചെയ്യാൻ വേണ്ടി എണീക്കുന്നുണ്ട്. അതൊരു നോർമൽ ഹെൽത്ത് ആണോ? ഇപ്പോൾ 1-2 പ്രാവശ്യം രാത്രി എണീക്കുന്നത് കുഴപ്പമില്ല. പിന്നെ പ്രായമായവരുള്ള ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഈ രാത്രി കിടക്കണതിന് മുമ്പ് വെള്ളം കുടിക്കുന്ന ആൾക്കാരുണ്ട്. കിടന്ന് കഴിഞ്ഞ് ഒരു പ്രാവശ്യം യൂറിൻ പാസ് ചെയ്ത് വന്ന് വെള്ളം കുടിച്ച് തിരിച്ച് കിടക്കുന്ന ആൾക്കാരുണ്ട്. ഇവർക്ക് മൂത്രം ഒഴിക്കാനേ നേരമുണ്ട് കേട്ടോ. ഒന്ന്, അപ്പോൾ വാട്ടർ ഇൻടേക്ക് രാത്രി വേണ്ട, അതിൻ്റെ ഒരു ആവശ്യമില്ല. ഒരു ദിവസം ഞാൻ 3 ലിറ്റർ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞാൽ അത് ഡേ ടൈം മതി. രാവിലെ തൊട്ട് വൈകുന്നേരം ഒരു 5 മണി വരെ മതി. അത് കഴിഞ്ഞ് രാത്രി ഭക്ഷണത്തിൻ്റെ കൂടെ മാത്രം. അപ്പോൾ ഈ നൈറ്റിൽ വെള്ളം കുടിച്ച് നമുക്ക് ഹെൽത്ത് കൂട്ടുക എന്നുള്ളത് വേണ്ട. നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ് ആവുന്നല്ലാതെ വേറെ ഒന്നും അതിനകത്ത് കൂടുതലില്ല. ഇപ്പൊ 10 മണിക്ക് ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ ലാസ്റ്റ് വെള്ളം എത്ര മണിക്ക് ഒരു കുടിക്കണം? 5 മണി 6 മണി ആകുമ്പോൾ മതി. മതിയല്ലോ. പിന്നെ നൈറ്റിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും പുറത്ത് പോകുന്നത് ദാഹിക്കുക, കുടിക്കണ്ടാത്തല്ല. ഞാൻ പറഞ്ഞത് റൊട്ടീനായിട്ട് കുടിക്കുമ്പോൾ വൈകുന്നേരം നിർത്തിയിട്ട് ഫുഡിൻ്റെ കൂടെ മാത്രം ആക്കുക. നൈറ്റിൽ ഇപ്പോൾ ആൽക്കഹോൾ കഴിച്ചാൽ പിന്നെ ഈ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫ്രീക്വൻസി കൂടും നൈറ്റിൽ. അപ്പോൾ അതാണ് ഈ പറഞ്ഞത്. അപ്പോൾ 1-2 പ്രാവശ്യം രാത്രി മൂത്രം ഒഴിക്കുന്നവർക്ക് കുഴപ്പമില്ല. അതിൽ കൂടുതൽ 3, 4, 5 ഒക്കെ വന്ന് നമ്മൾ എന്താ കാരണം എന്നുള്ളത് നോക്കണം. ഒന്ന് ഈ വാട്ടർ ഇൻടേക്ക് ഇത് ചെയ്യുക. പിന്നെ ഉള്ളത് ഈ പറഞ്ഞ പ്രോസ്റ്റേറ്റിൻ്റെ പ്രോബ്ലം, അതാണ് ഏറ്റവും കൂടുതൽ വരിക. രണ്ടാമത്തത് ഷുഗർ, ഡയബറ്റീസ്, ബ്ലാഡറിനെ ഇറിറ്റേറ്റ് ചെയ്യുക, യൂറിനറി ഇൻഫെക്ഷൻ, സ്ട്രെസ്സും ആങ്സൈറ്റി, ഉറക്കമില്ലായ്മ, ഈ പ്രശ്നമൊക്കെ രാത്രി യൂറിൻ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനൊരു കാരണം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി അത് കൺട്രോൾ ചെയ്യാൻ മരുന്നുകളുണ്ട്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ മെഡിസിൻസ്, ബ്ലാഡർ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഫുഡ്സ്, മറ്റേ കഫീൻ, ടീ, എരിവുള്ള ഭക്ഷണങ്ങൾ, ബാക്കി നേരത്തെ പറഞ്ഞ സിട്രസ് സാധനങ്ങൾ, അപ്പോൾ ഇതൊക്കെ നൈറ്റിൽ എപ്പോഴെങ്കിലുമൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതും കുറയ്ക്കുക. ആൽക്കഹോൾ സ്മോക്കിംഗ് കുറയ്ക്കുക. അപ്പോൾ 2 കൂടുതൽ പ്രാവശ്യം ഫ്രീക്വൻസി പല പ്രാവശ്യം പോകുന്നുണ്ട്, ഉറക്കം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് നോക്കി വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യും. ഓക്കെ ഡോക്ടർ, ഈ ഫ്രീക്വൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്യേണ്ടി വരുന്നവർ, ഇപ്പോൾ എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ട്രാവൽ ചെയ്യേണ്ടി വരുന്നവർ, എസ്പെഷ്യലി വിമൻസിൻ്റെ കേസിൽ ഈ ഹൈജീൻ നിലനിർത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് ടോയ്ലറ്റ്സ് യൂസ് ചെയ്യാം? അതിനൊരു സൊല്യൂഷൻ അതെനിക്ക് തോന്നുന്നു ഗവൺമെൻറ് കുറച്ചുകൂടെ നല്ല സ്ഥലങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരണം എന്നാണ് എനിക്ക്. അപ്പോൾ എയർപോർട്ട് മൈറ്റ് ബി എ ലിറ്റിൽ മോർ ബെറ്റർ. റെയിൽവേ സ്റ്റേഷനും ബാക്കി സ്ഥലങ്ങളും ഒക്കെ ആക്ച്വലി അത് വളരെ അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ ഈ ടോയ്ലറ്റ് സീറ്റ്സിൽ നിന്ന് സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ അതിൻ്റെ മുകളിലിടാനായിട്ട് ടിഷ്യൂ പേപ്പറും കാര്യങ്ങളൊക്കെ, സോ ദാറ്റ് ഈ കോണ്ടാക്ട് അവോയ്ഡ് ചെയ്യും. കോണ്ടാക്ട് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി ദെയർ. ഡയറക്റ്റായിട്ട് ഒരു പ്രാവശ്യം അങ്ങ് യൂറിൻ പാസ് ചെയ്തു എന്ന് വെച്ചിട്ട് ഇനി പബ്ലിക് പ്ലേസസിൽ കോണ്ടാക്ട്
ടു ജനറൽ ഇത് അവോയ്ഡ് ചെയ്താൽ, പിന്നെ അല്ലെങ്കിൽ ഡിസിൻഫെക്റ്റൻ്റ് എന്തെങ്കിലും ചെറിയ കയ്യിലുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കാം. പിന്നെ ഹൈജീൻ. അപ്പോൾ ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വാഷ് ചെയ്യാനായിട്ടും വി ഷുഡ് ബി ഷുവർ ആ യൂസ് ചെയ്യുന്ന വെള്ളം നല്ലതാണ്. ഓക്കെ. ആ. അതാണ്. പിന്നെ ഉള്ള ബോട്ടിൽ വാട്ടറാണ്. മീൻ ഇതൊക്കെയാണ് നമുക്കുള്ള നോക്കാനുള്ള. പിന്നെ ഒരു കാര്യം, ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ള ഈ ട്രെയിനിലായാലും മറ്റായാലും പല ഫീമെയിൽ പേഷ്യൻസ് പറയാറുണ്ട്, ഡോക്ടറെ ഞാൻ ഇവിടെ നിന്ന് കയറിയാൽ ഇനി അവിടെ ചെന്നിറങ്ങുന്നവരെയും മൂത്രം ഒഴിക്കത്തില്ല. ട്രെയിനിലായാലും പുറത്തായാലും എവിടെയാണ്, ഞങ്ങൾക്കത് ഇറ്റ് ഈസ് നോട്ട് ഹൈജീനിക്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂറിൻ ഈ പിടിച്ചു വെച്ചുകൊണ്ടായിരിക്കുന്നു ഇത്രയും നേരം. അതും ഈ യൂറിൻ സ്റ്റാസിസ് വന്നാൽ അതിനകത്ത് ഇൻഫെക്ഷൻ വരാവുന്നതാണ്. അപ്പോൾ ഹൈജീൻ ചെയ്യാൻ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ പറ്റുന്ന പോലെ ടിഷ്യൂ പേപ്പേഴ്സ്, ക്ലീൻ ചെയ്യാനുള്ള വൈപ്സ്, പിന്നെ ഈ പറഞ്ഞ പോലെ ഡിസിൻഫെക്റ്റൻ്റ് ഇത് പറ്റുമെങ്കിൽ ബോട്ടിൽ വാട്ടർ എങ്കിൽ ബോട്ടിൽ വാട്ടർ. ബിക്കോസ് ഈ വരുന്ന പൈപ്പിൽ വരുന്ന വാട്ടർ നല്ലതാണോ എന്ന് വി നെവർ നോ. എന്നുവെച്ചാൽ ഫീമെയിൽസിന് എന്താണെന്ന് വെച്ചാൽ ഈ മൂത്രക്കുഴലും വജൈനയും വളരെ 4 സെൻറ്റിമീറ്ററേ ഉള്ളൂ മൂത്രക്കുഴൽ. ആണുങ്ങൾക്ക് ഇച്ചിരൂടെ ലോങ്ങർ യൂറിത്രയാണ്. അപ്പോൾ ഈ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നാൽ പെട്ടെന്ന് കിട്ടാൻ ഫീമെയിലിന് ഇച്ചിരൂടെ എളുപ്പമാണ്. ആ ട്രാക്ക് വളരെ നേരെ ബ്ലാഡറിലേക്ക് കയറാം. അപ്പോൾ ദാറ്റ് ഈസ് അപ്പോൾ വജൈനയിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ മതി. അപ്പോൾ പിന്നെ ഉള്ളത് എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് ഷുഡ് ഗീവ് ബെറ്റർ ഫെസിലിറ്റീസ് അറ്റ് ഈ കോമൺ പ്ലേസസിൽ നല്ല ഫെസിലിറ്റീസ് തരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ, ഈ വജൈനൽ പാർട്ടിൽ നോർമലി 2 ഹോൾസ് ആണ് ഉണ്ടാവുന്നത്. അതിൽ മെയിനായിട്ടും യൂറിനേഷൻ നടക്കുന്നത് ഏത് ഹോൾ വഴിയാണ്? യെസ്, എപ്പോഴും ചില ആൾക്കാർക്കും അതായി അറിഞ്ഞു വരാനായിട്ട് ചിലപ്പോൾ നമ്മൾ നെയ്വാണെങ്കിൽ ചിലപ്പോൾ അറിയില്ല. അപ്പോൾ ഒന്ന് വജൈനൽ ഏരിയയിൽ, ഒന്ന് വജൈനൽ സെക്ഷൽ ഇൻ്റർകോഴ്സ് എന്നായിട്ടുള്ള വജൈന, യൂട്രസ്, ഈ സെർവിക്സ് ഒക്കെ പോകുന്ന നോർമൽ വഴി. അതിൻ്റെ തൊട്ട് മുകളിൽ, അപ്പോൾ ഈ വജൈനയിൽ ഈ ക്ലൈറ്റോറിസ് എന്ന് പറഞ്ഞ ഏരിയ ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴെ ആയിട്ടാണ് യൂറിൻ പോകാനായിട്ട് ഒരു ചെറിയ ഹോൾ. അതിൻ്റെ താഴെയാണ് മെയിൻ വജൈനൽ ഹോൾ. അപ്പോൾ യൂറിൻ പോകുന്ന വഴി ഫസ്റ്റ് ക്ലൈറ്റോറിസ്, പിന്നെ ഈ യൂറിനറി ഓപ്പണിംഗ്, പിന്നെയാണ് ഈ വജൈനൽ ഓപ്പണിംഗ്. അപ്പോൾ താഴത്തെ വജൈനൽ ഓപ്പണിംഗ് വഴിയാണ് സെക്ഷൽ ഇൻ്റർകോഴ്സും എല്ലാം. മുകളിലത്തെ ചെറിയ ഓപ്പണിംഗ് ആണ് മൂത്രസഞ്ചിയിലേക്ക് പോകുന്ന യൂറിത്ര. അതിൽ നിന്ന് വരുന്ന യൂറിൻ പോകുന്ന വഴി. പിന്നെ നോർമൽ ഏനൽ ഓപ്പണിംഗ്, മോഷൻ പോകാനായിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ ഓൾ ദീസ് ഏരിയാസ് ഹാസ് ടു ബി കെപ്റ്റ് ക്ലീൻ വജൈനൽ ഏരിയയിൽ. അപ്പോൾ ഈ ചില ഈ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ സംസാരിച്ച യൂറിനറി ഇൻഫെക്ഷൻസിൻ്റെ ഭാഗമായിട്ട് വജൈനയിലുള്ള ഈസ്ട്രോജൻ കണ്ടൻറ്റ് കുറയുമ്പോഴും ഇൻഫെക്ഷൻ വരാൻ, വജൈനൽ ഡ്രൈനസ് ഒക്കെ വന്നിട്ടും ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഈസ്ട്രോജൻ ക്രീമുണ്ട്, അത് ഈ മൂത്രക്കുഴലിൻ്റെ യൂറിത്രൽ ഓപ്പണിങ്ങിൻ്റെ അവിടെ ചെറുതായിട്ട് ഇട്ട് കഴിഞ്ഞാൽ വജൈനയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതുമൊക്കെ ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ ടോട്ടൽ 2 ഓപ്പണിങ്സ് ഇതിലാണ്. യൂറിൻ പോകാൻ ഒരു വഴിയും ബാക്കി ചൈൽഡ് ബർത്തും സെക്ഷൽ ഇൻ്റർകോഴ്സൊക്കെ ആയിട്ട് മറ്റേ ഓപ്പണിങ്. ഇപ്പോൾ കിഡ്നി സ്റ്റോൺസ്, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, ഇതിനകത്തൊക്കെ ഒരു ബിഗ്ഗർ അച്ചീവ്മെന്റ് തന്നെ ലേക്ക് ഷോർ കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ട്. സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രാൻസ്പ്ലാന്റേഷൻസ് ഒക്കെ. അപ്പോൾ ഇതിലുള്ള പുതിയ പുതിയ അഡ്വാൻസ്ഡ് മെത്തേഡ്സ് എന്തൊക്കെയാണ്? നമ്മൾ ഈ കിഡ്നി സ്റ്റോണിലായിട്ട് ഏറ്റവും പുതിയത് ഉള്ളത് നമ്മളിപ്പോൾ ഈ RIRS എന്ന് പറഞ്ഞ പ്രൊസീജിയറാണ്. നേരത്തെ വൃക്കയിലെ വലിയ കല്ലുകൾക്കൊക്കെ കീ ഹോളാണ്. നമ്മൾ താക്കോൽ ദ്വാരമായിട്ട് തുളച്ച് വൃക്കയിൽ തന്ന് PCNL എന്ന് പറഞ്ഞ കല്ലുകൾ എടുത്ത് കളയുക, പൊടിച്ച് കളയുക എന്നുള്ളതാണ്. RIRS എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മൂത്രക്കുഴൽ വഴി മൂത്രസഞ്ചിയിൽ കയറി 2 വൃക്കയിലും കയറി ലേസർ വെച്ച് പൊടിച്ച് കളയാം. ഒരു ദിവസമൊക്കെ രാവിലെ വന്ന് നമ്മളത് ചെയ്ത് പിറ്റേ ദിവസം പോകാവുന്നതാണ്. ഒരു സ്റ്റെൻറ്റ് ഉണ്ടാവും അകത്ത്, അവർക്ക് ജോലിയൊക്കെ ചെയ്യാം. അപ്പോൾ വലിയ കല്ലായാലും ചെറിയ കല്ലായാലും പണ്ട് ഈ കീ ഹോളും ഇതൊക്കെ മാത്രമേ. ഇപ്പോൾ ഈ RIRS എന്ന് പറഞ്ഞ പ്രൊസീജിയർ വഴി അപ്പോൾ ആൾക്ക് പുറത്തൊരു മുറിവോ ഒന്നും കൂടാതെ അകത്തോടെ ലേസർ വെച്ച് സ്റ്റോൺസ് കംപ്ലീറ്റ്, അത് വൃക്കയിലായാലും ട്യൂബിലായാലും മൂത്രസഞ്ചിയിലായാലും എല്ലാം അകത്തോടെ ക്ലിയർ ചെയ്യുക. സോ അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് പ്രൊസീജിയർ, ഫ്ലെക്സി URS RIRS പ്രൊസീജിയർ. അതാണ് സ്റ്റോൺസിൽ ഏറ്റവും നല്ലത്. ഏറ്റവും ഈസി ആയിട്ട് സേഫായിട്ട് നമുക്ക് സ്റ്റോൺസ്, വലിയ കല്ലുകൾ 5-6 സെൻറ്റിമീറ്റർ വരെയും കല്ലുകൾ അതിനകത്തോടെ പൊടിച്ച് തീരാം, മുറിവൊന്നും കൂടാതെ കല്ലുകളിൽ. പിന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് നമ്മൾ ഈ ഡോണർ കൊടുക്കുന്നയാൾക്ക് നമ്മളെല്ലാം കീ ഹോളായിട്ടാണ് 3D ലാപ്രോസ്കോപ്പി ആയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. എല്ലാ വൃക്ക എടുക്കുന്നതും ലാപ്രോസ്കോപ്പി വഴിയാണ്. അപ്പോൾ അതെടുക്കുക. എന്നിട്ട് ഈ ട്രാൻസ്പ്ലാന്റേഷൻ ഓൾവേസ് ഒരു കമ്പൈൻഡ് എഫക്റ്റാണ്. ഒരു ഡോണർ നമ്മൾ ചെയ്ത് അതിന് ഇടയിൽ വൃക്ക എടുത്ത് ഇത്ര സമയത്തിനകത്ത് നമ്മളത് എത്രയും പെട്ടെന്ന് റെസിപ്പിയനിലേക്ക് വെക്കുക എന്നുള്ളത്. ഒരു ടോട്ടൽ എല്ലാം കൂടെ കൂടി ഒരു 6 hours ഓർ ഒരു 5 hours ഡോണറും റെസിപ്പിയൻറ്റും കഴിയുന്നതാണ്.
അതും ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് യൂറോളജി. അപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻസിന് കിട്ടുന്ന ആ ഒരു റിലീഫും ആ യൂറിൻ കാണുന്നതും അവർക്ക് ആദ്യമായിട്ട് യൂറിൻ പാസ് ചെയ്യുന്നതൊക്കെ അവർക്ക് ഭയങ്കര റിലീഫ്, അതും ഞങ്ങൾക്കും വളരെ അധികം റിലീഫ് തരുന്നതാണ്. അപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ റോബോട്ടിക് ട്രാൻസ്പ്ലാന്റും ബാക്കി കുറേ കാര്യങ്ങളുണ്ട്. ഈ ഡോണർ ഒക്കെ പല കുറേ സ്ഥലത്തൊക്കെ ഓപ്പൺ ആണ് പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ലാപ്രോസ്കോപ്പി ആയിട്ടാണ് ചെയ്യുന്നത്. അതുള്ളത്. പിന്നെ നമ്മുടെ വൃക്കയിൽ വരുന്ന ട്യൂമേഴ്സും എല്ലാം കീ ഹോളാണ്, ഓപ്പൺ സർജറി ഇല്ല. കീ ഹോളായിട്ട് തന്നെ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ എല്ലാത്തിനും 3D ലാപ്രോസ്കോപ്പി ആൻഡ് റോബോട്ടിക്സ് അതാണ്. അപ്പോൾ ഓപ്പൺ സർജറി പതുക്കെ മാറിക്കഴിഞ്ഞു. അപ്പോൾ 3D വിഷൻ കീ ഹോൾ ലാപ്രോസ്കോപ്പിക് സർജറി അപ്പോൾ കാണാം. പിന്നെ റോബോട്ടിക് സർജറി. അപ്പോൾ ഇത് വെച്ചിട്ട് എല്ലാം താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വഴി ഈ പറഞ്ഞ വൃക്കയിലെ ട്യൂമറായാലും മൂത്രസഞ്ചി ആയാലും പ്രോസ്റ്റേറ്റ് ആയാലും തടസ്സമായാലും എല്ലാം അകത്തോടെ ചെയ്ത് മാറ്റാവുന്നു. അപ്പോൾ പേഷ്യൻ്റ് റിക്കവറി എല്ലാം വളരെ ഫാസ്റ്റാണ്. ആൻഡ് ദേ ഗോ ഹോം ഫാസ്റ്റ്. അവർക്ക് റിട്ടേൺ ടു വർക്കും എളുപ്പമാണ്. അധികം കാലം റെസ്റ്റ് വേണ്ടാതെ നമ്മൾ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ. ഇത്രയും വർഷത്തെ ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസിൽ ഡോക്ടർ വളരെ ഹാപ്പി ആയിട്ട് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരുപാട് ക്ലയൻസിനെ മീറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ? ഇപ്പം ഐ തിങ്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ പേഷ്യൻസ് ഒരു പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വരുമ്പോൾ അവർക്കൊരു ട്യൂമറായിരിക്കാം, ബാക്കി പ്രശ്നങ്ങളായിരിക്കാം. നമ്മൾ അവർക്കൊരു 5 minutes to 10 minutes അവർക്ക് ആ സമയം കൊടുക്കുക. നമ്മൾ എന്ത് പ്രശ്നമായിട്ട് വന്നാലും ഒരു 10 മിനിറ്റ് അവർക്ക് കൊടുത്ത് അവരോട് ആ പ്രശ്നം കുഴപ്പമില്ല, നമുക്കത് ശരിയാക്കി തരാം, ഒരു വാക്ക്. പല സ്ഥലത്തുനിന്നും പേടിച്ച് വിറച്ചായിരിക്കും ഇവർ ഈ വരുന്നത്. അപ്പോൾ വന്നൊരു 10 മിനിറ്റ് നമ്മൾ അവരോട് കാര്യങ്ങൾ മനസ്സിലാക്കി. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. അതിപ്പോൾ തന്നെ ചെയ്യണം, നാളെ പ്രശ്നമോ അല്ലെങ്കിൽ അതോ അപ്പോൾ ഒന്ന് പറഞ്ഞാൽ അവിടെ ഒരു 70% ആ പേഷ്യൻ്റെ വിഷമം അവിടെ മാറും. എന്ത് പ്രശ്നമായിക്കോട്ടെ, എന്ത് യൂറോളജി പ്രോബ്ലം, ക്യാൻസറോ എന്തായിക്കോട്ടെ, എല്ലാം ട്രീറ്റബിളാണ്. നമ്മളതാ പറയുന്ന കാര്യം. അപ്പോൾ പേഷ്യൻ്റിന് ഒരു റിലീഫ് കൊടുക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മളൊരു ഒപ്പിയിലിരിക്കുമ്പോൾ ഒരു 10 to 15 minutes അവർക്ക് കൊടുത്താൽ അവിടെ ആ 70% വിൽ ഗോ. ബാക്കി 30% ദൈവം നമ്മളും ചെയ്യുന്നത്. അപ്പോൾ ആ 70% അവരുമായിട്ടൊന്ന് സംസാരിച്ച് അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി നമ്മൾ അവരോടും കൂടെ പറഞ്ഞ് ദേ ഫീൽ ഹാപ്പി, ദെൻ വി ട്രീറ്റ് ദം. ആ റെസ്പോൺസിൽ നിന്ന് കിട്ടുന്ന അവരുടെ സന്തോഷമാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ എല്ലാത്തിനും. ഈ ഒരു പ്രൊഫഷനിൽ ഏറ്റവും വലിയ ചലഞ്ച് ആയിട്ട് തോന്നിയിട്ടുള്ളത് എന്ത് കാര്യമാണ്? ഡെഫിനറ്റ്ലി കിഡ്നി ട്രാൻസ്പ്ലാന്റ് ആണ് ചലഞ്ചായിട്ട്. എന്ന് വെച്ചാൽ ഓരോ പേഷ്യൻറ്റും ചിലപ്പോൾ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കേസായി നമുക്ക് പല സ്ഥലത്തും ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പോൾ നമ്മളവിടെ വരുമ്പോൾ നമ്മുടെ ഉദ്ദേശം എങ്ങനെ ഇത് ശരിയാക്കി ഇവരെ ഒന്ന് നോർമലാക്കി വീട്ടിൽ വിടുക. നമ്മളത് ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ ഉറക്കം ഉണ്ടാവില്ല തലേ ദിവസം. പക്ഷെ നമ്മുടെ മനസ്സിൽ ആ പേഷ്യൻ്റ് ഇവിടെ നിന്ന് ഒരു കുഴപ്പമില്ലാത്തവണ്ണം ഇറങ്ങിപ്പോകണം എന്നുള്ളതാണ്. ഇപ്പോൾ ട്രാൻസ്പ്ലാന്റ് ആയാലും ഇച്ചിരി നല്ല തടിയുള്ള ആൾക്കാരുണ്ടാവാം. അപ്പോൾ അവരുടെയൊക്കെ മനസ്സിലാക്കി ഒരു 3 കൊല്ലം 4 കൊല്ലം ഡയാലിസിസ് ചെയ്തിട്ടായിരിക്കും അവർ വരുന്നത്. 3 കൊല്ലമായിട്ട് യൂറിൻ പാസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്ക് സർജറി എല്ലാം കഴിഞ്ഞ് 5 ലിറ്റർ 6 ലിറ്റർ യൂറിൻ ഒരു ദിവസം പോകുന്നത് വരുമ്പോൾ അവരുടെ മുഖത്തെ സന്തോഷം, അതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇത്. അപ്പോൾ ആൻഡ് ഡെഫിനറ്റ്ലി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ചലഞ്ചിങ് ആയിട്ട് വരുന്ന കിഡ്നി ട്രാൻസ്പ്ലാന്റ് തന്നെയാണ്. പല പ്രശ്നങ്ങളോടെ ആയിരിക്കും ആ പേഷ്യൻ്റ്, കുറേ കോമോബിഡിറ്റീസ്, കുറേ പ്രോബ്ലം ഉണ്ടാവും അവർക്ക്. അപ്പോൾ അവർ അത് നമ്മൾ ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചലഞ്ചസ്, ഈ കിഡ്നി ട്യൂമർ, സ്റ്റോണിൻ്റെ ലൊക്കേഷൻസ്, പ്രോബ്ലം. പക്ഷെ എങ്ങനെ വന്നാലും പേഷ്യൻസ് കഴിഞ്ഞ് നല്ല റിസൾട്ടോടെ സന്തോഷത്തോടെ ദേ ഷുഡ് ഗോ ആൻഡ് കംപ്ലീറ്റ് ഈ രോഗം കംപ്ലീറ്റ് മാറിപ്പോണം. അതാണ് ഞാൻ കേട്ടത്. ആർ യു റിയലി ഹാപ്പി ആസ് എ യൂറോളജിസ്റ്റ്? ഐ ആം 100% ഹാപ്പി. ദാറ്റ്സ് വാട്ട്. അപ്പം നമ്മൾ ഒരു സർജറി മാത്രം ചെയ്യുക അല്ലെങ്കിൽ ഇച്ചിരി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതല്ല. നമുക്ക് ഒരു പേഷ്യൻറ്റിനെ കാണുമ്പോൾ ഒരു പേഷ്യൻറ്റ് ഷുഡ് ബി സീൻ ആസ് എ ഹോൾ. അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അവരുടെ കൂടെയുള്ള ആൾക്കാർ, ഇവരുടെ പ്രശ്നങ്ങൾ മൊത്തമായിട്ട് വേണം നമ്മളൊരു പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യാൻ. അല്ല ഇപ്പോൾ നമ്മൾ വരും ഒരു മൂത്രത്തിൽ കല്ല്, ആ കല്ല് മാത്രമല്ല നമ്മൾ നോക്കുന്നത്, അവരുടെ വിഷമം, അവരുടെ വേദന, അവരുടെ കാര്യം, ഇതിലെല്ലാം നമ്മളും നമ്മൾ തെറാപ്പിസ്റ്റ് ആവണം. വി ഹാവ് ടു ബി. അപ്പം അല്ലെങ്കിൽ ദെൻ വി ആർ നോട്ട് എ ഡോക്ടർ. അപ്പോൾ ഡോക്ടർ എന്ന് പറയുന്നത് സർജറി നമ്മുടെ ദൈവം തരുന്ന
നമ്മളെക്കൊണ്ട് ചെയ്യിക്കുന്ന കാര്യങ്ങളാണ്. വാട്ട് ഗോഡ് ഗിവ്സ് അസ് ഇൻ ദീസ് ഹാൻഡ്സ് നമ്മൾ നേരെ പേഷ്യൻറ്റിൽ ചെയ്യുന്നു, ദെയർ ബെനിഫിറ്റ്. അപ്പോൾ മോളിൽ നിന്ന് അതെൻ്റെ കഴിവല്ല. ഗോഡ് അല്ലെങ്കിൽ ദൈവം നമ്മളെക്കൊണ്ട് ചെയ്യിക്കുന്നു ആൻഡ് ഐ ആം ഡൂയിങ് ഇറ്റ് ഫോർ ദ പേഷ്യൻറ്റ്. അതാണ്, ദാറ്റ് ഈസ് എ മീഡിയം. മറ്റത് നമ്മളെ എത്തൊക്കെ ആശ്വാസം നമ്മൾ പേഷ്യൻസിന് കൊടുക്കാൻ പറ്റുമോ അത് അതിൻ്റെ കൂടെ ചേരുക. സോ ഇതെല്ലാം കൂടെ വരുമ്പോഴാണ് ദാറ്റ് ബി ഹാപ്പി. അങ്ങനെയുള്ളൊരു നല്ല കാര്യം. എനിവേ താങ്ക് യു സോ മച്ച് ഡോക്ടർ. താങ്ക് യു. താങ്ക് യു ഫോർ സ്പെൻഡിങ് യുവർ വാല്യുബിൾ ടൈം.